എല്ലാവർക്കും കോമേറ്റ് എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ബേസിക്സും പിന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേമിലെ അഡ്മിഷൻ്റെ കേസുകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ മുൻപുള്ള ക്ലാസ്സുകൾ നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കാണാത്തവരത് കാണുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഇന്നലെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസിക്സ് നോക്കിയിരുന്നു. എന്താണ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, അത് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസ് മാത്രമായിരുന്നു അവിടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൽ എന്തൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത് എന്നാണ് നമുക്കിനി നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് among the partners by preparing profit and loss appropriation account. Then adjustments for wrong appropriation or of profits in the past, അല്ലെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയാറുണ്ട്. Then reconstitution of the partnership firm, dissolution of the partnership firm. അപ്പോൾ ഫസ്റ്റ് കേസ് വരുന്നത് മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. അതായത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് നമുക്ക് 2 രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. 2 മെത്തേഡ്സ് ആണ് അതിനുള്ളത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അപ്പോൾ ആ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്ന നെയിമിൽ തന്നെ ഉണ്ടാവും. ഇവിടെ 2 അക്കൗണ്ടാണ് നമുക്ക് മെയിനായിട്ടുള്ളത്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കാണിക്കുന്നത് കറണ്ട് അക്കൗണ്ടിലായിരിക്കും. അപ്പം ഓൾ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുക. ഓൺലി ക്യാപിറ്റൽ മാത്രമാണ് നമ്മൾ, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും, ഓൺലി ക്യാപിറ്റൽ മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. സോ ഫിക്സഡ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, അവിടെ 2 അക്കൗണ്ട്സ് വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓൺലി 1 അക്കൗണ്ട് ഇസ് പ്രിപ്പയർഡ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഡൺ വിത്തിൻ ദിസ് അക്കൗണ്ട്. That means the adjust relating to profit and loss, interest on capital, drawings, interest on drawings, salary, commission, etc. are recorded in that same account. ആ ഒരു അക്കൗണ്ട് തന്നെയാണ് നമ്മൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. സോ ഇനി നമ്മൾ ജസ്റ്റ് ഇത് നമ്മൾ +2-നൊക്കെ അറിഞ്ഞു വെക്കേണ്ടതാണ്. അതായത് ഇൻ കേസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇൻ കേസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കഴിഞ്ഞു, മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. ഇനി സെക്കൻഡ് കേസാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എമംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ എന്താണ്, പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പാർട്ട്നേഴ്സിന്. ചിലപ്പോൾ ഈക്വലി ആയിരിക്കാം, അല്ലെങ്കിൽ എഗ്രീഡ് റേഷ്യോ, ഏത് റേഷ്യോ ആണോ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരമാണ് നമ്മൾ പാർട്ട്നേഴ്സിന് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ കാണിക്കാം, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. സോ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഇത്, നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ്. ബാക്കിയൊക്കെ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി എന്തെങ്കിലും അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ആ ഒരു മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ
ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ക്യാപിറ്റലിൽ ടോട്ടൽ 1 ഇയറിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എത്ര മാസത്തേക്കാണോ അത് റിമൈൻ ചെയ്യുന്നത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ക്യാപിറ്റൽ വിഡ്രോൺ ആണെങ്കിൽ ആ പർട്ടിക്കുലർ വിഡ്രോൺ പീരീഡ് വരെ നമ്മൾ ഫുള്ള് ഇതിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ട് അക്കോർഡിംഗ്ലി ആണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അതാണ് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കേസ് നമുക്ക് വരുന്നത്. ഇനി നമുക്കുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അത് എത്രയാണോ ഇൻട്രസ്റ്റ് പറയുന്നത് അത് വെച്ചിട്ട് നമ്മൾ ഒരു ആവറേജ് പീരീഡിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൽ ആവറേജ് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് എമൗണ്ട് വിഡ്രോൺ എവറി മന്ത്. ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാ മാസവും നമ്മൾ വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വിഡ്രോൺ എവറി മന്ത് ആണെങ്കിൽ വിഡ്രോൺ എവറി മന്ത്, അത് മന്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ, അതായത് ബിഗിനിങ് ആണെങ്കിൽ നമ്മൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക 6.5 ആണ്. അതായത് 6.5 മന്ത്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി മിഡിലാണെങ്കിൽ 6 മന്ത്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എൻഡിലാണെങ്കിൽ 5.5 ആണ് നമ്മൾ ആവറേജ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എൻഡിലാണെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 5.5 ആയിരിക്കും. ഇനി എമൗണ്ട് വിഡ്രോൺ എവറി ക്വാർട്ടർ, ഓരോ ക്വാർട്ടറിലാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ ബിഗിനിങ് ഓഫ് ദി ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ നമ്മൾ 7.5 മന്ത്സിൻ്റെ ബേസിലാണ് എടുക്കുക ആവറേജ് പീരീഡ്. ഇത് 6, ദെൻ എൻഡിലാകുമ്പോൾ 4.5. ഇനി എമൗണ്ട് വിഡ്രോൺ ഫോർ 6 മന്ത്, അതായത് ഹാഫ് ഇയർലി എന്ന് പറയാം. 6 മന്ത്സ് ഹാഫ് ഇയർലി ആണെങ്കിൽ 3.5. ബിഗിനിങ്ങിലാണ്, ഓരോ ബിഗിനിങ്ങിലാണെങ്കിൽ 3.5, 3, 2.5 ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഒരു ആവറേജ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് നമുക്കറിയാം, ടോട്ടൽ ഡ്രോയിങ് എത്രയാണോ നമ്മൾ ടോട്ടൽ ഡ്രോയിങ് ഇൻറ്റു ഈ ആവറേജ് പീരീഡ്. ഇപ്പോൾ 6.5 ആണെങ്കിൽ 6.5 ഡിവൈഡ് ബൈ 12 അല്ലേ, നമ്മൾ മന്ത്സിലേക്ക് കൺവേർട്ട് ഇൻറ്റു റേറ്റ് ബൈ 100. എത്രയാണോ റേറ്റ് ബൈ 100. ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഇതിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന കേസ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് ചില കേസസിൽ എന്താണ്, ദർ വാസ് സം എറർ ഓർ ഒമീഷൻ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ചില ഒമീഷൻസോ എററോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒമീഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റോങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റോങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ റോങ് റേഷ്യോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എറർ വരുമ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്ടിഫൈ എൻട്രി പാസ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത്. ഇനി ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്, ഇത് അതിൽ വരുന്ന ഒരു കേസാണ്. അതായത് ചിലപ്പം ഒരു പാർട്ട്ണർ എൻ്റർ ചെയ്യുമ്പം മിനിമം പ്രോഫിറ്റ് വേണം, മിനിമം പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്തിട്ടായിരിക്കും ആ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു പാർട്ട്ണറിന് ആ മിനിമം പ്രോഫിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് കുറവാണെങ്കിൽ, പ്രോഫിറ്റ് ലെസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, മിനിമം പ്രോഫിറ്റ് ലെസ് ആണെങ്കിൽ ആ മിനിമം പ്രോഫിറ്റ് നമ്മൾ മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട്, ഇപ്പോൾ 50,000 ആണെങ്കിൽ 50,000 മിനിമം എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഇനി പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. സോ എന്താണ്, അപ്പം ആ റിമൈനിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും അത്. ഇപ്പം ആക്ച്വൽ പ്രോഫിറ്റ് കുറവാണെന്ന് വിചാരിക്കുക. അപ്പം ആ റിമൈനിങ് പാർട്ട്നേഴ്സ് ആയിരിക്കും അത് പ്രകാരം നമ്മൾ ചെയ്യുന്നത്. ഇനി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെയാണ്, ദ 3 പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. എക്സസ് ഈസ് പേയബിൾ ബൈ വൺ ഓഫ് ദി റിമൈനിങ് പാർട്ട്നേഴ്സ്. അതായത് ഇവിടെ ഡെഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്താണ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോഫിറ്റ് മിനിമം കൊടുക്കേണ്ടത് 50,000 ആണെന്ന് വിചാരിക്കുക. പക്ഷെ അത്രയും 50,000 നമുക്കില്ലെങ്കിൽ ബാക്കി റിമൈനിങ് പാർട്ട്നേഴ്സ് നമ്മൾ
കൊടുക്കണം. അതെങ്ങനെയൊക്കെ ആവാം? അതായത് ഒരു റിമൈനിങ് പാർട്ട്ണർ മാത്രം കൊടുക്കാം, ഇനി അല്ലെങ്കിൽ 2 പാർട്ട്നേഴ്സിന് എഗ്രീഡ് റേഷ്യോയിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് റിമൈനിങ് പാർട്ട്നേഴ്സ് ഇൻ ദർ മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എടുത്തിട്ട് അത്രയും എമൗണ്ട് അവർക്ക് കൊടുക്കാം. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. അതായത് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് നമ്മൾ എടുക്കുക. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് എടുക്കുക. അതാണ് ഈ ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് പുതിയൊരു പാർട്ട്ണർ നമ്മുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിലേക്ക് വരുമ്പം മിനിമം പ്രോഫിറ്റ് കിട്ടണം എന്ന രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ മിനിമം പ്രോഫിറ്റ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഇനി പ്രോഫിറ്റ് ഇല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യണം? റിമൈനിങ് പാർട്ട്നേഴ്സ് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇത്രയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ അക്കൗണ്ട്സ് സോൾ ട്രേഡിംഗ് കൺസേൺ ചെയ്ത പോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുക. പിന്നെ നമുക്ക് നമ്മളെ സിലബസിലുള്ള എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു പുതിയൊരു പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്നു, പുതിയൊരു പാർട്ട്ണറിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വരിക എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നുള്ള ആ ഒരു ഹെഡിങ്ങിലാണ് ഇത് വരിക. അതായത് പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യുന്നു? നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് നമ്മൾ അപ്പോൾ അവിടെ എല്ലാം മാറ്റേണ്ടതായിട്ട് വരും. അപ്പം പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറാം, അതുപോലെ ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ ഒക്കെ മാറാം. സോ അതുകൊണ്ടാണ് ഈ അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേമിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ്, ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലേ. പുതിയതായിട്ട് ഒരാൾ വരുമ്പം നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരും. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ഡിസൈഡഡ് മ്യൂച്വലി എമംഗ് ഓൾഡ് ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ്. നോർമലി എങ്ങനെയാണ്? ഓൾഡ് ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ് മ്യൂച്വലി ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അഡ്മിറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ ഒരു പോർഷൻ ന്യൂ പാർട്ട്ണറിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് അവിടെ സാക്രിഫൈസ് ആണ് അവർ ചെയ്യുന്നത് അല്ലേ. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അത്രയും അവർ സാക്രിഫൈസ് ചെയ്യുന്നു. സോ സാക്രിഫൈസിങ് റേഷ്യോൻ്റെ ഫോർമുല ഓർത്ത് വെക്കുക, ഓൾഡ് മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് മൈനസ് ന്യൂ റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഡിവൈഡ് ഗുഡ് വിൽ ബ്രോട്ട് ബൈ ന്യൂ പാർട്ട്ണർ. അപ്പം വെറുതെ ഒരു പാർട്ട്ണർ വരില്ല. പാർട്ട്ണർ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഗുഡ് വില്ല് കൊണ്ടുവരും. കാരണം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഗുഡ് വില്ല് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഈ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ്. ന്യൂ പാർട്ട്ണർ കോമ്പൻസേറ്റ്സ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഫോർ സാക്രിഫൈസിങ് ദ ഷെയർ അല്ലേ. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുഡ് വിൽ കൊണ്ടുവരുന്നത്. ക്യാൻ ബി ബ്രോട്ട് ഇൻ ക്യാഷ് ഓർ അഡ്ജസ്റ്റഡ് ത്രൂ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അത് ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അപ്പം ഒരു പുതിയൊരു പാർട്ട്ണർ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നു. ന്യൂ റേഷ്യോ അതിന് മുൻപ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്യുന്നു. അതുപോലെ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്.
റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് നമ്മൾ അസറ്റ്സ് ലയബിലിറ്റീസ് എല്ലാം ഒന്നും കൂടി റീവാല്യൂ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, ഓൾ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ റീവാലുവേഷൻ അക്കൗണ്ടിന് നമ്മൾ വേറൊരു പേര് കൂടി പറയാറുണ്ട്, പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ നമ്മൾ എന്ത് ചെയ്യും, ഓൾഡ് റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓർത്ത് വെക്കുക, റീവാലുവേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ഓൾഡ് റേഷ്യോയിലാണ് കാണിക്കുക. ഇവിടെ നമ്മൾ ഗുഡ് വില്ല് നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയിലാണ് കാണിക്കുക. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ റീവാല്യൂ ചെയ്യുമ്പം ഇപ്പോൾ അസറ്റ്സ് എല്ലാം ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും അല്ലേ. അസറ്റ്സ് എല്ലാം ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്നാണ് വരിക. ഇനി അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ് അക്കൗണ്ട് എന്നാണ് വരിക. ഇനി ലയബിലിറ്റി എന്ത് ചെയ്യുക, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ലയബിലിറ്റീസ് അക്കൗണ്ട് എന്നാണ് വരിക, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് വരിക. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ജേണൽ എൻട്രി. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് അത്രേ അറിയാനുള്ളൂ. അസറ്റ് കൂടുമ്പോൾ നമ്മൾ അസറ്റിന് ഡെബിറ്റ് ചെയ്യുന്നു, പകരം റിവാലുവേഷൻ അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി കൂടുമ്പോൾ എന്താണ്, ലയബിലിറ്റിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, സോ റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ക്യാപിറ്റൽ അല്ലേ, പുതിയ പാർട്ട്ണർ വരുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടാണ് വരിക. യൂഷ്വലി ഇൻ പ്രൊപ്പോർഷൻ ടു ദി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. എന്നിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മേ അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി. സോ ഇത്രയാണ് അഡ്മിഷൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക. ഇനി റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. ഇപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന അടുത്തൊരു കേസാണ് റിട്ടയർമെൻറ്റ് അല്ലേ. ഒരു എക്സിസ്റ്റിംഗ് പാർട്ട്ണർ പോവുകയാണെങ്കിൽ, റിട്ടയർ ചെയ്ത് പോകുന്നു അല്ലേ, അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ എണ്ണം അവിടെ കുറയുന്നു. വൺ ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ലീവ് ദ ഫേം, റിമൈനിങ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ദ ബിസിനസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വരിക, ഫസ്റ്റ് നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റിമൈനിങ് പാർട്ട്ണർ ടേക്ക് ഓവർ ദി ഷെയർ ഓഫ് റിട്ടയറിംഗ് പാർട്ട്ണർ. അഡ്മിഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിട്ടയർമെൻറ്റ് വരുന്നത്. റിമൈനിങ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, ആ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു. സോ ന്യൂ റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ്. ഇനി ഇവിടെ വരുന്നത് ഗെയിനിങ് റേഷ്യോ ആണ്. അഡ്മിഷൻ്റെ കേസിൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ആണ്, ഇവിടെ നമുക്ക് ഗെയിനിങ് റേഷ്യോ ആണ്. ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഷോസ് എക്സ്ട്രാ ഷെയർ ഈച്ച് പാർട്ട്ണർ ഗെറ്റ്സ്. ഇനി ഗുഡ് വിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. റിട്ടയറിംഗ് പാർട്ട്ണറിന് നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ് വില്ല് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കണം അല്ലേ. ഈസ് കോമ്പൻസേറ്റഡ് ഫോർ ഗുഡ് വിൽ. ഗുഡ് വിൽ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ കൂടെയാണ്. ഇനി റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അപ്ഡേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓർ ലോസ് ഷെയർഡ് എമംഗ് ഓൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനും നമ്മൾ റീവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി സെറ്റിൽമെൻറ്റ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എങ്ങനെയാണ് നമ്മൾ റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യാമെന്നാണ്. എമൗണ്ട് ഡ്യൂ, അതായത് അവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ നമ്മൾ കൊടുക്കണം, തിരിച്ചു പോകുമ്പോൾ കൊടുക്കണം. അതുപോലെ ഗുഡ് വില്ല് നമ്മൾ കൊടുക്കണം. അതുപോലെ റീവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ കൊടുക്കണം. കാരണം അത്രയും കാലം അവർ നമ്മളെ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരുന്നതാണ്, മൈനസ് ഡ്രോയിങ്സ്. അപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് അത് മൊത്തം ആഡ് ചെയ്തിട്ട് അവർ ഓൾറെഡി വിഡ്രോ ചെയ്ത എമൗണ്ട് അതിൽ നിന്നും കുറയ്ക്കാം. അതാണ് റിട്ടയറിംഗ് പാർട്ട്ണറിന് നമ്മൾ കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പേ ചെയ്യണം, അല്ലെങ്കിൽ അത് ലോൺ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് റിട്ടയർമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഞാൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് സാക്രിഫൈസിങ് റേഷ്യോ അതിൻ്റെ പ്രോബ്ലംസ് എല്ലാം പിന്നീട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ലെങ്തി വീഡിയോ ആയി പോവും, അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രോബ്ലംസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.
ഇനി കോമൺ അക്കൗണ്ട്സ് ഏതൊക്കെയാണ് ഇതിൽ വരുന്ന കോമൺ അക്കൗണ്ട്സ്? റീവാലുവേഷൻ അക്കൗണ്ട്സ് അല്ലേ, 2 കേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫോർ അഡ്ജസ്റ്റിംഗ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ കാണിക്കുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇനി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, അതായത് ക്യാപിറ്റൽ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് ക്യാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരും, പിന്നെ പോകുന്ന സമയത്ത് നമ്മളത് കൊടുക്കുകയും വേണം. സോ ആ ഒരു കോമൺ ആയിട്ട് അക്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഗുഡ് വിൽ അക്കൗണ്ട്, ഇഫ് ഗുഡ് വിൽ ഈസ് ഷോൺ ഇൻ ബുക്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ്റെയും റിട്ടയർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഫുള്ള് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഫുള്ള് ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.